നമ്മൾ സാധാരണ പറയുന്നത് ഹലോ, ഹൗ ആർ യു, ഐ എം ഫൈൻ, താങ്ക് യു, ആൻഡ് യു, ദാറ്റ്സ് ഗുഡ് എന്നൊക്കെയല്ലേ. അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാം. ഹേയ്, വാട്ട്സ് അപ്പ്? ഹേയ്, വാട്ട്സ് അപ്പ്? നോട്ട് മച്ച്, ജസ്റ്റ് ചില്ലിങ്. യു? ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിരിക്കുന്നു. യു? നിങ്ങളോ? ഓൾ ഗുഡ്, ഗ്ലാഡ് ടു സീ യു. നോക്കൂ, ആ ഡിഫറൻസ് നോക്കൂ. മോർ നാച്ചുറൽ ആണ്, മോർ റിലാക്സ്ഡ് ആണ്. ദാറ്റ്സ് വാട്ട് വി ആർ ലേണിംഗ് ടുഡേ. ഓക്കെ, ഹേയ്, വാട്ട്സപ്പ്? നോട്ട് മച്ച്, ജസ്റ്റ് ചില്ലിങ്. യു? ഓൾ ഗുഡ്, ഗ്ലാഡ് ടു സീ യു. അപ്പോൾ ഈ വാട്സപ്പ് എന്നത് നമ്മൾ ഹൗ ആർ യു എന്ന് പറയുന്നതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് വേറെ ഇപ്പം ഏതെങ്കിലും ഒത്തിരി നാളായിട്ട് ഒരാളെ കാണുമ്പോൾ ലോങ് ടൈം നോ സീ യൂസ് വെൻ യു മീറ്റ് സംവൺ ആഫ്റ്റർ എ വൈൽ. എന്നാൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നോ വറീസ്. ഓക്കെ, എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അഗ്രി ചെയ്യാനായിട്ട് പറയുമ്പം നമുക്ക് പറയാം ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ഐ ഡോണ്ട് നോ എന്ന് പറയാനാണെങ്കിലോ ഐ എം നോട്ട് ഷുവർ, ലെറ്റ് മീ ചെക്ക്. ഐ എം നോട്ട് ഷുവർ, ലെറ്റ് മീ ചെക്ക്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. വാട്സപ്പ്, അത് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം വാട്സപ്പ്. ലോങ് ടൈം നോ സീ, നോ വറീസ്. ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നതിന് പകരം നോ വറീസ്. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ഏതെങ്കിലും ഒരു പ്ലാൻ എഗ്രി ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അതുപോലെ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതിന് ഐ എം നോട്ട് ഷുവർ, ലെറ്റ് മീ ചെക്ക്. ഐ എം നോട്ട് ഷുവർ, ലെറ്റ് മീ ചെക്ക്. അപ്പം 5 സെൻറ്റൻസ്, 5 ഫ്രേസസ് ഒന്ന് നോക്കൂ. വാട്സപ്പ്, ലോങ് ടൈം നോ സീ, നോ വറീസ്, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, ഐ എം നോട്ട് ഷുവർ, ലെറ്റ് മീ ചെക്ക്. ഇനി നോക്കൂ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിലാക്സ് ചെയ്യാണ് എന്ന് പറയാൻ ഐ എം ജസ്റ്റ് ഹാങ്ങിങ് ഔട്ട്. ഐ എം ജസ്റ്റ് ഹാങ്ങിങ് ഔട്ട്. ഗുഡ് ബൈ പറയുന്നേനോ ക്യാച്ച് യു ലേറ്റർ. ഗുഡ് ബൈ ഒക്കെ മനസ്സിലാക്കേണ്ടതൊരു ഓൾഡ് യൂസേജസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ അതിന് പകരമായിട്ട് നമുക്ക് ക്യാച്ച് യു ലേറ്റർ. അതുപോലെ ആർക്കെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ് പറയുന്നതിന് യു നെയിൽഡ് ഇറ്റ്. യു നെയിൽഡ് ഇറ്റ്. ഏതെങ്കിലും ഒരാളുമായിട്ട് നമ്മൾ സെയിം ആയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പം സെയിം ഹിയർ, അവിടെയും ഇവിടെ ഒരു പോലെ എന്ന് പറയാൻ സെയിം ഹിയർ. നമ്മൾക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഗോട്ട് ടു റൺ. ഐ ഹാവ് ഗോട്ട് ടു റൺ. അപ്പോൾ ഈ ഒരു ഇത് നമുക്കൊന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് പറയാൻ പറ്റുമോ എന്നൊന്ന് നോക്കൂ. അതായത് ഇപ്പം ഞാൻ ആ സെൻറ്റൻസിൽ ഇപ്പോൾ പറഞ്ഞത് പറയും, നിങ്ങളത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ് ടുഗദർ. സ്പീക്ക് ആഫ്റ്റർ മീ. റെഡി? വാട്സപ്പ്, ലോങ് ടൈം നോ സീ, no worries, that sounds great, I'm not sure, let me check, I'm just hanging out, catch you later, you nailed it, same here, I have got to run. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തെ നമുക്കൊരു സ്പീക്ക് വിത്ത് മീ എ ചലഞ്ച്, അതായത് ഒരു ചലഞ്ച് ടൈമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം. ഇമാജിൻ ദീസ് സിറ്റുവേഷൻസ്. വാട്ട് വുഡ് യു സേ? യുവർ ഫ്രണ്ട് സേസ് ഐ ഗോട്ട് എ പ്രൊമോഷൻ. ദെൻ യു മീറ്റ് എ ഫ്രണ്ട് ആഫ്റ്റർ 1 year. ദെൻ യുവർ ഫ്രണ്ട് സേസ് സോറി ഐ എം ലേറ്റ്. നോക്കൂ, 3 സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നത്. യുവർ ഫ്രണ്ട് സേസ് ഐ ഗോട്ട് എ പ്രൊമോഷൻ. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? You meet a friend after 1 year. Then your friend says, sorry, I am late. Then comment your answers below. I will read them all and I will reply. Okay? ഈ പറഞ്ഞ 3 സിറ്റുവേഷനും നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക, അവിടെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, if you enjoyed this class, give it a like, share it with someone learning English, and subscribe for more spoken English magic every week. See you in the next one.
You can use these sentences with every single situation, and also you can repeat it, and you can make this as your regular practice. Okay, as what's up, how are you എന്നതിന് പകരം what's up. Then long time no see, no worries, that sounds great. ഇപ്പോൾ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, അത് കൊള്ളാലോ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ ഒരു കാര്യത്തെ എഗ്രി ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ഐ എം നോട്ട് ഷുവർ, ലെറ്റ് മീ ചെക്ക്, ഞാൻ നോക്കട്ടെ, അത് എനിക്ക് ഉറപ്പില്ല, അതെനിക്കറിയില്ല എന്ന് പറയുന്നതിന് പകരമാണേ ഐ എം ജസ്റ്റ് ഹാങ്ങിങ് ഔട്ട്, ക്യാച്ച് യു ലേറ്റർ, ഗുഡ് ബൈ എന്ന് പറയുന്നതിന് പകരം ക്യാച്ച് യു ലേറ്റർ. ദെൻ യു നെയിൽഡ് ഇറ്റ്, സെയിം ഹിയർ. ഏതെങ്കിലും ഒരു കാര്യം ഒരാളുമായിട്ട് ഒപ്പൈൻ ചെയ്യുമ്പം അയാൾ പറഞ്ഞത് നമ്മളും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ സെയിം ഹിയർ. ഐ ഹാവ് ഗോട്ട് ടു റൺ, യു ഹാവ് ടു ഗോ എന്ന് പറയുന്നതിന് പകരം ഐ ഹാവ് ഗോട്ട് ടു റൺ. അപ്പം ഈ ഒരു ഫ്രേസസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ 10 സെൻറ്റൻസസ് എന്ന് പറയുന്നത് വളരെ ഒരു 8 മിനിറ്റത്തെ പ്രാക്ടീസ് മാത്രം ഉള്ളൂ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ആ ഒരു 10 സെൻറ്റൻസ് നിങ്ങൾക്ക് എവിടെയും പറയാനും യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ വാട്സപ്പ് ഇതൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ മോഡേൺ ഇംഗ്ലീഷ് യൂസേജസ് യൂസ് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഐ എം ഫൈൻ താങ്ക് യു എന്നുള്ളതൊന്നും തന്നെ സാധാരണ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവിടെ നമുക്ക് നോട്ട് മച്ച്, ജസ്റ്റ് ചില്ലിങ് യു. അപ്പം യു അയാളോട് ചോദിക്കുമ്പോൾ എന്താണ്, ഓൾ ഗുഡ്, ഗ്ലാഡ് ടു സീ യു എന്ന് റിപ്ലൈ തരുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.